അധർമ്മത്തോട്, തിന്മയോട്, കൊള്ളരുതായ്മയോട് പ്രതികരിക്കുക എന്നുള്ളതാണ് രാമായണത്തിൻ്റെ മുഖ്യമായ സന്ദേശം. രാമായണ രചനയ്ക്ക് പശ്ചാത്തലമാകുന്ന വാൽമീകി മഹർഷിയുടെ കാട്ടാളനോടുള്ള മാ നിഷാദ എന്നാരംഭിക്കുന്ന ആ ഉദ്ബോധനവും കൊള്ളരുതായ്മയോടുള്ള, തിന്മയോടുള്ള പ്രതിഷേധമാണെന്ന് കാണാം. ഈ പ്രതിഷേധത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആരംഭിക്കുന്ന രാമായണം നമുക്ക് വരച്ചു കാണിക്കുന്നത് രാക്ഷസ രാജാവായ രാവണൻ്റെ കൊള്ളരുതായ്മയ്ക്ക് നേരെയുള്ള പ്രതിഷേധത്തെയാണ്. ആദ്യമായി ഈ പ്രതിഷേധം ഉയരുന്നത് പക്ഷിശ്രേഷ്ഠനായ ജടായുവിൽ നിന്നാണ്. സീതാപഹരണ വേളയിൽ ലങ്കാധിപതിയായ രാവണൻ്റെ വിമാനത്തിനു നേരെ പറന്നുയർന്ന് തൻ്റെ ചിറകുകളും കൊക്കും നഖങ്ങളും ഉപയോഗിച്ച് രാക്ഷസ രാജാവിനെ നേരിടാൻ ശ്രമിച്ച ജടായു താൻ വിജയിക്കുമോ എന്ന് യാതൊരു സാധ്യത പോലും മുന്നിലില്ലാത്തപ്പോൾ കവയത്രി സുഗതകുമാരി പരിസ്ഥിതി പ്രവർത്തനങ്ങളിൽ വ്യാപൃതമാകുന്ന സമയത്ത് പറയാറുണ്ട്, പരാജയപ്പെടുന്ന യുദ്ധത്തിനും പോരാളികളെ ആവശ്യമുണ്ട്, ഞാൻ പരാജയപ്പെടുന്ന യുദ്ധത്തിലെ പോരാളിയാണ് എന്ന് പറയാറുണ്ട്. അതുപോലെ ജടായുവിൻ്റെ മുന്നിൽ വലിയൊരു സൈന്യമില്ല, ജടായുവിനൊപ്പം വലിയൊരു സൈന്യമില്ല, യുദ്ധവൈദഗ്ധ്യം, രാക്ഷസരാജാവായ രാവണനെ നേരിടാനുള്ള വൈദഗ്ധ്യം ഇല്ല. എന്നാലും തിന്മയ്ക്കെതിരെ ആദ്യത്തെ പ്രതിഷേധം തീർക്കുന്നത് ജടായുവാണ് എന്ന് കാണാം. മാ നിഷാദ എന്ന് ലങ്കേശ്വരനായ രാവണനോട് പ്രതികരിക്കാനുള്ള ആർജവം കാണിക്കുന്ന ജടായു ഉദാത്തമായ മാതൃകയാണ് നമുക്ക് പകർന്നു നൽകുന്നത്. തുടർന്ന് ശ്രീരാമനും സുഗ്രീവനും സഖ്യത്തിലേർപ്പെടുന്നു. താരതമ്യേന വ്യാവഹാരിക ദൃഷ്ടിയിൽ ദുർബലമായ സാഹചര്യത്തിലുള്ള ആളുകൾ സംഘടിതമായ ശക്തിയായി രൂപം കൊള്ളുകയും തിന്മയ്ക്കെതിരെ പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന സന്ദേശം രാമായണം നമുക്ക് പകർന്നു തരുന്നു. കൊള്ളരുതായ്മകൾക്കു നേരെ, അധർമ്മത്തിനു നേരെ അരുത് എന്ന് പറയാനുള്ള ആർജവമാണ് രാമായണം പകർന്നു തരുന്നത് എന്ന് ഒറ്റ നോട്ടത്തിൽ കാണാൻ സാധിക്കും. ഹരേ രാമ.